1999 ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശിയിരുന്നുവെന്ന് വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധൻ ചിത്രങ്ങൾ സഹിതം വ്യക്തമാക്കുമ്പോഴും ആ സ്വർണം അതെവിടെ പോയി എന്നതിൽ ദുരൂഹത തുടരുകയാണ്. വിജയ് മല്യ കൊടുത്ത സ്വർണം എങ്ങനെ ചെമ്പായി എന്നതാണ്. ഹരിമോഹൻ ചേരുന്നു. ഹരി, കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിനോട് ശില്പി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്നുകിൽ ആ സ്വർണം പതിച്ചത്, വിജയ് മല്യ പതിച്ച സ്വർണം മുഴുവനായി എടുത്തു മാറ്റിയിരിക്കാം, എന്നിട്ട് ചെമ്പുപാളി അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് പ്രായോഗികമല്ല എന്നുകൂടി ശില്പി പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് മുഴുവനായി റീപ്ലേസ് ചെയ്യപ്പെട്ടു, പുതിയതായി ചെമ്പിൽ രൂപമുണ്ടാക്കി എന്ന് വേണമോ കരുതാൻ? ആ ചെമ്പുപാളികളാണോ പുതുതായി സ്വർണം പൂശാൻ നൽകിയത് എന്നതാണ് ചോദ്യം. വിനീത, വളരെ വ്യക്തത ലഭിക്കേണ്ടുന്ന ഒരു ചോദ്യമാണത്. കാരണം അതാണ് ഏറ്റവും അധികം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും. 1999 വിജയ് മല്യ പൊതിഞ്ഞു കൊടുത്ത സ്വർണം എവിടെ എന്നുള്ള ചോദ്യമാണ്. അതായത് ദ്വാരപാലക ശില്പങ്ങൾക്ക് അന്നത്തെ കാലത്ത് സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള കൃത്യമായ വിവരം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു, അല്ലെങ്കിൽ അത് അക്കാര്യങ്ങൾ നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് അതെങ്ങനെയാണ് 2019 ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദവും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ എത്താനുള്ള കാരണവുമായി മാറുന്നത് ആ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയതാണ്. തനിക്ക് ഇത് കൈമാറുന്ന സമയത്ത്, അതായത് 2019 ചെന്നൈയിലേക്ക് സ്മാർട്ട് വേ ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാനായി തനിക്ക് നൽകിയ ഈ ദ്വാരപാലക ശില്പങ്ങൾ നൽകുന്ന സമയത്ത് അത് ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തിയത് എന്നുള്ള വാദമാണ് അദ്ദേഹം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ച് പറയുന്നത്. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ 1999 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത് എവിടെയാണ്, ആ സ്വർണം എവിടെയാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ എന്തായാലും ദേവസ്വം വിജിലൻസിന്റെ പക്കൽ ഒരു മൊഴിയുണ്ട്. അന്ന് സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് അന്ന് വിജയ് മല്യയുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ചെന്നൈയിലെ ജെ.ജെ.എൻ ജ്വല്ലറി എന്ന് പറയുന്ന ജ്വല്ലറിയിലെ ഒരു ജീവനക്കാരനാണ് അദ്ദേഹം. മാന്നാർ സ്വദേശിയാണ്. അന്ന് 800 ഗ്രാം സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള മൊഴിയാണ് ഈ മാന്നാർ സ്വദേശിയിൽ നിന്ന് ദേവസ്വം വിജിലൻസിന്റെ പക്കൽ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ആ 800 ഗ്രാമിൽ നിൽക്കുന്നതാണോ ഈ കണക്ക് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ സ്വർണം ഉണ്ടായിരുന്നു, വിജയ് മല്യ ഈ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള വിവരം ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്നതാണ്. പക്ഷെ അത് ചെമ്പുപാളി ആയത് എവിടെ, എങ്ങനെ എന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയത് ചെമ്പുപാളികളാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. അത് ഏറെക്കുറെ വ്യക്തവുമാണ്. സ്മാർട്ട് ക്രിയേഷൻസ് അവർ പറയുന്നതും ഒരിക്കൽ സ്വർണം പൂശിയതിന് മുകളിൽ വീണ്ടും സ്വർണം പൂശാനാകില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുമില്ല, കമ്പനിയുടെ പ്രോട്ടോകോൾ അതാണ് എന്ന് ഇന്നലെ അഭിഭാഷകനും ഒക്കെ കമ്പനി അധികൃതരും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപാളികൾ ഉപയോഗിച്ച് പണപ്പിരിവ് മറ്റൊരു തരത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോഴും കാതലായ പ്രശ്നം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണം വിജയ് മല്യ പൂശിയ അല്ലെങ്കിൽ വിജയ് മല്യ പതിച്ച ആ സ്വർണം എവിടെ എന്നതാണ്. അങ്ങനെയെങ്കിൽ ഉത്തരം പറയേണ്ടത് അപ്പോൾ ദേവസ്വം ബോർഡാണ്. അന്നത്തെ ദേവസ്വം ബോർഡ് അധികാരികളാണ്, തലപ്പത്തുണ്ടായിരുന്നവരാണ്, ദേവസ്വം മന്ത്രിയാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു മാറാനാകില്ല, കാരണം അതിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ, രേഖകളുണ്ടോ എന്നതൊക്കെ കാര്യങ്ങളിലും ഒരു പരിശോധന നടത്തേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും വിനീത, അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് 2019 അടക്കം ഇത് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച, ആ വീഴ്ചയെ സംബന്ധിച്ചിട്ടുള്ള ഉത്തരവും ദേവസ്വം ബോർഡ് നൽകേണ്ടതുണ്ട്. അതെങ്ങനെയാണ് അത്തരത്തിൽ രേഖകളിൽ ചെമ്പുപാളികൾ എന്ന് എഴുതുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം. അതിന് ഇതുവരെ ദേവസ്വം ബോർഡ് അധികൃതർ മറുപടി നൽകിയിട്ടില്ല. മാത്രവുമല്ല, അന്ന് അങ്ങനെ സ്വർണം പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് 2019 അത് വീണ്ടും ഈ നവീകരിക്കുന്നതിന്റെ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ട് വീണ്ടും സ്വർണം പൂശാനായിട്ട് കൊടുത്തുവിടേണ്ട സാഹചര്യം എന്തായിരുന്നു? അത് പിന്നീട് 2025 ആവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രോഷാകുലനാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. ദേവസ്വം ബോർഡിന് അന്ന് ആരായിരുന്നു അധികൃതർ എന്നുള്ളതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് ഇത് കൃത്യമായി കണക്കുകളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതായത് ആദ്യഘട്ടത്തിൽ ദേവസ്വം രജിസ്റ്റർ നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ ദേവസ്വം രജിസ്റ്റർ കിട്ടാൻ വേണ്ടി ദേവസ്വം വിജിലൻസിന് ഏറെ പണിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അത് ലഭിച്ചിട്ടുണ്ടത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതായത് കിട്ടിയ സ്വർണ്ണമാണെങ്കിലും എന്ത് വിവരങ്ങളാണെങ്കിലും അത് കൃത്യമായി ദേവസ്വം രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ ദേവസ്വം രജിസ്റ്ററിൽ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇത്ര നാളായിട്ട് പരിശോധിക്കാതിരിക്കുന്നത്, അതിലെ വിവരങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തുവിടാതിരിക്കുന്നത് എന്നതടക്കം ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ നിലവിൽ എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി ഉത്തരം കിട്ടാത്ത ഒരു പശ്ചാത്തലത്തിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ദേവസ്വം രജിസ്റ്റർ പരിശോധിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് തന്നെയാണ് അക്കാര്യങ്ങൾ ഇനിയിപ്പോൾ പുറത്തെത്തിക്കേണ്ടത്. എന്തായാലും ദേവസ്വം രജിസ്റ്ററും മഹസറും കോടതിയുടെ പരിഗണനയിൽ എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം കോടതി കേസ് പരിഗണിക്കുന്ന സമയം ഒന്നിനും ഒരു കയ്യും കണക്കുമില്ലേ, രേഖകളൊന്നുമില്ലേ, ഇതിലൊക്കെ വ്യക്തത വരാൻ ഇനിയും എത്ര ദിവസങ്ങൾ കാത്തിരിക്കണം? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, ഉത്തരങ്ങൾ ഇനിയും കിട്ടാനുണ്ട്, ചേർത്ത് വെക്കപ്പെടാത്ത ഒരുപാട് പാളിച്ചകളും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് അത് അവിടെ വെക്കാം. സ്വർണം എവിടെ പോയി എന്ന ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുന്നു. വിജയ് മല്യ ശബരിമലയിൽ പാകിയ സ്വർണം എവിടെ എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെയുള്ള സംശയങ്ങൾ, ആരോപണങ്ങൾ അതും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ